നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഇഷ്ടക്കാരെ തിരികെ കയറ്റുക. ഇതാണ് LDF സർക്കാരിന്റെ പ്രധാനപ്പെട്ട മുഖമുദ്ര എന്നത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന സമ്പ്രദായം, അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അവരുടെ വേണ്ടപ്പെട്ടവരും ഒക്കെയാണ് എന്നതും നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാർ വീട് വെച്ച് നൽകാമെന്ന് പറയുമ്പോൾ അതിന് ടെൻഡർ നൽകിയതും ഇതേ ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. വിമർശനങ്ങൾ എത്രയുണ്ട് എങ്കിലും ആ ഒരൊറ്റ ദിവസം കൊണ്ട് തൻ്റെ പ്രതീക്ഷകളും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എത്ര കാലം സമ്പാദിച്ച എല്ലാ വസ്തുക്കളും ഒരൊറ്റ നിമിഷം കൊണ്ട് ഒഴുകിപ്പോയി പ്രതീക്ഷകളറ്റ ഒരുപാട് മനുഷ്യർക്ക് സർക്കാർ വീടൊരുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഊരാളുങ്കലിനായിക്കോട്ടെ എന്തിനാണെങ്കിലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് വീടൊരുക്കി നൽകട്ടെ എന്ന് ഒരേപോലെ പ്രാർത്ഥിച്ചവരാണ് മലയാളികൾ. എന്നാൽ സംഭവം നടന്ന, ദുരന്തം നടന്ന് 1 വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും അവർക്ക് വീടില്ല എന്നുള്ള പരാതികൾ ഉയരുന്നുണ്ട്. ഇതിനിടയിൽ ചില വീടുകളുമായി ബന്ധപ്പെട്ട്, ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മിച്ച വീടുകളുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നു. ഏറ്റവും വലിയ ദുരന്തം നേരിട്ട ആ മനുഷ്യരുടെ ആ ഒരു അവസ്ഥയെയും സാഹചര്യത്തെയും മുതലെടുത്തുകൊണ്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റി പ്രവർത്തനങ്ങൾ അവിടെ വീട് നിർമ്മിച്ചു നൽകുന്നത്. അവിടെ കൈയിട്ട് വാരാൻ ശ്രമിച്ചു എന്ന തരത്തിൽ വീടുകൾക്ക് ചില വിള്ളലുകൾ സംഭവിക്കുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അവർക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. അവർക്ക് സ്വന്തം കൂടപ്പിറപ്പുകളെ, സ്വന്തം അച്ഛനെയും അമ്മയെയും ഉൾപ്പെടെ നഷ്ടപ്പെട്ട പലരുമാണ് അവിടെ ഇനി ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരെ അടക്കം തുരന്നു തിന്നാർ ഇവർക്ക് ഉളുപ്പില്ലേ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇഷ്ടക്കാർക്ക് വേണ്ടി സാഹചര്യങ്ങളും അവസരങ്ങളും ഒരുക്കി നൽകുന്ന LDF സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരികയാണ്. ഇത്തരത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മിച്ചു നൽകാനുള്ള തീരുമാനം, അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വീടുകൾ മഴയത്ത് ചോർന്നൊലിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ മന്ത്രി തന്നെ നേരിട്ടെത്തി, കെ രാജൻ തന്നെ നേരിട്ടെത്തി ചില പരിശോധനകൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയെന്ന വിവാദത്തിന് കൃത്യമായ മറുപടി താൻ പറയേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കെ രാജൻ നേരിട്ട് സ്ഥലത്തെത്തി ഇതിനൊരു വിശദീകരണം നൽകുന്നത്. CPM നേതാക്കൾക്കൊപ്പം മന്ത്രി വീട് സന്ദർശിക്കുന്നു. നേരിട്ട് സന്ദർശനം നടത്തിയതിനു ശേഷം പരിശോധനകൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത് വിവാദങ്ങളുടെ ആക്കം കൂടുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഉള്ളിൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊരു വേദന കൊണ്ടാണോ എന്നതൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകും. എന്തായാലും ഇപ്പോൾ മന്ത്രി നേരിട്ട സംഭവ സ്ഥലത്ത് വിവാദമുണ്ടായ വീടുകളൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. സന്ദർശനത്തിന് ശേഷം വിവാദങ്ങളിൽ മന്ത്രി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. താമസം തുടങ്ങിയ ശേഷം പ്രശ്നങ്ങൾ വന്നാൽ ഊരാളുങ്കൽ സമാധാനം പറയേണ്ടി വരുമെന്നും അത് സർക്കാരിന്റെ ഗ്യാരണ്ടി അല്ല എന്നുമാണ് കെ രാജൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മന്ത്രിക്ക് ബോധ്യപ്പെട്ടു എന്ന് ചുരുക്കം. ഇത് എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും ഇതൊക്കെ അനുഭവിക്കാൻ ഈ പറയുന്ന മനുഷ്യരാണ് അവിടെ ഉണ്ടാകുക എന്ന് എന്തുകൊണ്ടാണ് ഇവരൊന്നും മനസ്സിലാക്കാത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുകയാണ്. പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ ഉത്തരവാദിത്തം ഞാൻ ഏറ്റോളാം, അല്ലെങ്കിൽ അവരേറ്റോളണം എന്ന് പറഞ്ഞ് കൈ ഒഴിയുമ്പോൾ അവിടെ വീണ്ടും വേദനയാൽ ജീവിക്കപ്പെടേണ്ടി വരുന്നത് ആ ഒരൊറ്റ രാത്രി കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട മനുഷ്യരാണ് എന്നുള്ളത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഓർത്താൽ നന്ന്. മൂന്നാമതൊരു പിണറായി സർക്കാർ വരുമെന്നുള്ള ഉറപ്പൊക്കെ പറയുന്നതിനിടയിലാണ് ഈ പറയുന്ന സർക്കാരിനെ ഉണ്ടാക്കി നൽകിയിട്ടുള്ള ഈ ഒരു അവകാശവാദത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ടൗൺഷിപ്പിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതിന് മന്ത്രി ഇത്തരത്തിലൊരു ന്യായീകരണങ്ങൾ നൽകുന്നതുമൊക്കെ ഓർക്കണം. എന്തായാലും ഇതൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ഒരു ഗതികേട് എന്ന് വേണമെങ്കിൽ പറയേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. എന്തായാലും ആകെയുള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, വിവാദമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മന്ത്രി നേരിട്ടെത്തി സംഭവങ്ങൾ വിശകലനം ചെയ്ത് പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ്. വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുള്ള വിവാദം തള്ളിക്കൊണ്ട് തന്നെയാണ് മന്ത്രി ഇന്ന് പ്രതികരണം നടത്തിയത്.
മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞ് വന്നിട്ടുള്ള പാടുണ്ട്, എന്നാൽ വിള്ളൽ ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. വീടിന്റെ ചുവരുകളിൽ മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ ഉരച്ചു നോക്കിയും നിർമ്മാണ രീതികൾ വിലയിരുത്തിയുമാണ് മന്ത്രി പ്രതികരണം നടത്തിയത്. ദുരന്തബാധിതർക്ക് നൽകുന്ന വീടുകളുടെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു മന്ത്രി അവിടേക്ക് വന്നത്. വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ഇതുവരെ ദുരിതബാധിതർക്ക് കൈമാറിയിട്ടില്ല എന്നുള്ള വിമർശനം നിൽക്കുന്നുണ്ട്. കൈമാറിയത് പട്ടയം മാത്രമാണെന്ന് മന്ത്രി പറയുന്നു. വീട് കൈമാറിയിട്ട് പ്രശ്നം വന്നാൽ മാത്രമേ ഗൗരവപരമായിട്ട് അത് എടുക്കേണ്ടതുള്ളൂ എന്നാണ് മന്ത്രിയുടെ മറ്റൊരു പക്ഷം. വെള്ളം കിനിഞ്ഞ് ഇറങ്ങുന്നത് തടയാനുള്ള നടപടികൾ പൂർത്തിയായിട്ടില്ല. വീട് കൈമാറിയിട്ട് വെള്ളം കിനിഞ്ഞു വന്നാലും കരാർ പ്രകാരം ഊരാളുങ്കൽ നടപടിയെടുത്തോളും, ഇല്ല എങ്കിൽ പണം നൽകില്ല എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. താമസിക്കാൻ തുടങ്ങിയ ശേഷം പ്രശ്നങ്ങൾ വന്നാൽ ഊരാളുങ്കൽ സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് മന്ത്രിയും. ഒരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ നൽകി തെറ്റിദ്ധരിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറയുന്നുണ്ട്. സാധാരണ വീട് പണിയുന്നത് പോലെയുള്ള നടപടിക്രമങ്ങളല്ല ടൗൺഷിപ്പിലെ വീടുകൾ നിർമ്മിക്കുമ്പോൾ ചെയ്യുന്നതെന്നും 58 ഘട്ട ഗുണനിലവാര പരിശോധനയിലൂടെയാണ് ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ച് നൽകുന്നതെന്നും ടെറസിൽ 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തി 2 തവണ സ്വിമ്മിംഗ് പൂൾ വാട്ടർ പ്രൂഫിംഗ് നടത്തിയിട്ടുണ്ട് എന്നുമൊക്കെ അവകാശപ്പെടുന്നു ഇവർ. എന്നിട്ടും അപൂർവമായി ചിലയിടത്ത് നനവുണ്ടായി. പരിശോധനയിൽ നേരിയ നനവ് ഒരു വീട്ടിൽ കണ്ടെത്തിയപ്പോൾ അവിടെ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ വീട്ടിൽ വീണ്ടും 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തി പരിശോധിക്കാനാണ് തീരുമാനം. എല്ലാ വീടുകളിലും ചോർച്ച ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വാട്ടർ പ്രൂഫിംഗ് നടത്തും. ഇതിന് മുകളിലായി സ്ക്രീഡിംഗ് കോൺക്രീറ്റ് കൂടി കഴിയുന്നതോടുകൂടെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടും എന്നുള്ള അവകാശവാദവും വരുന്നുണ്ട്. നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഊരാളുങ്കൽ സൊസൈറ്റിയിലെ സാങ്കേതിക വിദഗ്ധരും സംഭവത്തിൽ വിശദീകരണവുമായിട്ട് നിലവിൽ രംഗത്തെത്തിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ സ്ട്രക്ചറിംഗ് യാതൊരു വിധ പ്രശ്നങ്ങളും ഉള്ള രീതിയിലല്ല എന്നും ഇപ്പോൾ കണ്ട വിള്ളലുകളിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുമാണ് ഊരാളുങ്കലിന്റെ വിശദീകരണം. വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഇന്നു മുതൽ ടൗൺഷിപ്പിൽ പോലീസും വിന്യസിച്ചു കഴിഞ്ഞു. വൈകിട്ട് ടൗൺഷിപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടുത്ത കുടിൽ കെട്ടി പ്രതിഷേധമടക്കം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധ സാഹചര്യത്തിലാണ് കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ടൗൺഷിപ്പിൽ വിള്ളൽ വീണ ആദ്യഘട്ട വീടുകളിൽ മേൽ ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്ന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അധികൃതർ പറയുമ്പോഴും ജനങ്ങൾക്കുള്ളിൽ ആശങ്കയുണ്ട്. 2 വീടുകളിലാണ് നിലവിൽ വിള്ളൽ കണ്ടെത്തിയത്. വീട് വാസയോഗ്യമാക്കാൻ വേണ്ടി ധാരാളം ടെസ്റ്റുകൾ നടത്താറുണ്ടെന്നും ഇതിനിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് അത്ര വലിയ പ്രശ്നമല്ല എന്നും ഇത് പരിഹരിക്കപ്പെടുമെന്നൊക്കെയാണ് ഊരാളുകൾ ഇപ്പോൾ വാക്കു നൽകുന്നത്. വീടിന് തകരാറുണ്ടോ എന്ന് പരിശോധിക്കാനായി നിരവധി ടെസ്റ്റുകൾ തങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ കുറവുകൾ കണ്ടെത്തുന്നത് സ്വാഭാവികമാണ്. പിന്നീട് അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഊരാളുകളുടെ വിശദീകരണം. എന്തായാലും ഇത്തരത്തിൽ ഒരു വാർത്ത വരുമ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇത്തരം വിശദീകരണത്തിലൂടെ മനസ്സിലാകുന്നത്. പക്ഷേ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വീടുകൾ ഗുണനിലവാരത്തെക്കുറിച്ച് ഗുരുതര ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ മാധ്യമങ്ങളെയും ചില നേതാക്കന്മാർ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 178 വീടുകൾക്ക് താക്കോൽ നൽകിയെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും കേവലം 44 വീടുകൾ മാത്രമാണ് ഇപ്പോൾ ഭാഗികമായിട്ടെങ്കിലും പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നാണ് കണക്ക്. 30 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച വീടുകൾ താമസത്തിന് വിട്ടു നൽകുന്നതിന് മുൻപേ വിള്ളൽ വീണത് അത് അഴിമതിയാണെന്ന് ചുവിരൽ ചൂണ്ടുന്നു ജനങ്ങൾ. 1000 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ലാത്ത വീടുകൾക്ക് ഇത്രയും വലിയ തുക അനുവദിച്ചത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ദുരന്തബാധിതർക്ക് പ്രതിമാസം നൽകിയിരുന്ന 9,000 രൂപ വാടക സഹായം പലർക്കും നിലച്ചിരിക്കുന്നു എന്നുള്ളതും പുറത്തു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തങ്ങൾക്ക് പരിഗണന ലഭിക്കില്ലേ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ അവിടെയുള്ള മനുഷ്യർ. ദുരന്തബാധിത മേഖലകളെ നോഗോ സോൺ ആയി പ്രഖ്യാപിച്ചതോടെ തങ്ങളുടെ കൃഷിഭൂമിയിലേക്ക് മടങ്ങാൻ പോലും പറ്റാതെ ഒരുപാട് കർഷകരും അവിടെ നിൽക്കുന്നു. ഞങ്ങൾക്ക് വീട് വേണ്ട, സ്വന്തം മണ്ണിൽ കൃഷി ചെയ്യാനുള്ള അനുവാദം മതി എന്ന് ഇവരൊക്കെ ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യവും അധികൃതർ തള്ളിക്കളയുകയാണ്. എന്നാൽ ഇതേ മേഖലയിലുള്ള വൻകിട റിസോർട്ടുകൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. താൽക്കാലികമായി ലഭിച്ചിരുന്ന തൊഴിൽ കൂടി നഷ്ടപ്പെട്ടതോടെ ഇവർ പട്ടിണിയിലാണ്. ചൂരൽമല, പട്ടയം, ഇറക്കം പോലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന 10ഓളം കുടുംബങ്ങൾ ഇപ്പോഴും ഉരുൾപൊട്ടൽ ഭീഷണിയിൽ കഴിയുന്നു എന്നുള്ളതും ശ്രദ്ധേയം. ഇതിനിടയിലാണ് ഇത്തരം വാർത്തകൾ പുറത്തേക്ക് നൽകുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത്. നമുക്കറിയാം, LDF നേതാക്കന്മാർക്ക്
സർക്കാർക്കെതിരെയും LDF നേതൃത്വത്തിനെതിരെയും എന്തെങ്കിലും ഒരു വിമർശനമുണ്ടായാൽ അവിടെ വലിയ രീതിയിൽ സൈബർ കമ്മികൾ ഉണ്ടാകും എന്നുള്ളത് വാസ്തവമാണ്. അത്തരം ആളുകൾ ഇപ്പോൾ കരാറെടുത്തതുപോലെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ അഴിച്ചുവിടുന്നത്. ദുരന്തബാധിതരുടെ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ പുറത്തു കൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകരെ ഒരു കണക്കിലും നല്ല രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നില്ല. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇവരെയൊക്കെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്, സമൂഹ മാധ്യമങ്ങളിൽ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഒരു വലിയ ദുരന്തം, അതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ ജീവനും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യർ, അത്തരം മനുഷ്യരുടെ സാഹചര്യത്തെയാണ് ഇത്തരത്തിൽ പലരും ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളത് വളരെ വേദനയോടെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. എത്രയും പെട്ടെന്ന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ നമുക്കും പ്രാർത്ഥിക്കാനുള്ളത്.